ചെറുപ്പക്കാരിലും വയസ്സായവരിലും ഒരേപോലെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് IBS അഥവാ ഇറിറ്റബിൾ ബോവൽ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതിൽ പലതരമായ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, ശോധന അതായത് വയറ്റിൽ നിന്ന് പോകുന്നത് കൃത്യമല്ലാതെ ഇരിക്കുക, വയറുവേദന ഉണ്ടാവുക, അസിഡിറ്റി അഥവാ വയറെരിച്ചൽ എന്ന് പറയുന്നത് തോന്നുക, വയറ് വീർക്കുന്നത് പോലെ തോന്നുക, ദഹിക്കാത്തൊരവസ്ഥ തോന്നുക. ഇതിന് പലതര കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വൻകുടൽ അല്ലെങ്കിൽ GIT എന്ന് പറയുന്ന GI ട്രാക്ട് എന്ന് പറയുന്നതിൽ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡൈജഷനൊക്കെ സംഭവിക്കുന്നത്. ആ ചലനത്തിൽ വരുന്ന വ്യത്യാസം മൂലം IBS വരാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുന്നതാണ്. എന്തെങ്കിലും സ്ട്രെസ് കാരണം കൊണ്ടും IBS വരാം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക്കിന്റെ അമിതമായ ഉപയോഗം കാരണം കൊണ്ട് ഗട്ടിന്റെ ഹൈപ്പർ സെൻസിറ്റീവ് ആവുക. നാലാമത്തെ കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ആഹാരങ്ങളിൽ നിന്ന് വരുന്ന വ്യതിയാനങ്ങൾ കാരണം കൊണ്ടും IBS വരാം. ഇത് നമ്മൾ യുനാനിൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാൽ ദഹന പ്രക്രിയകൾ ഇംപ്രൂവ് ചെയ്യുക, ഗട്ടിലുണ്ടാവുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി കുറയ്ക്കുക. ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് പാൽ ഉൽപ്പന്നങ്ങളും നല്ലോണം കുറയ്ക്കുക. തൈര്, മോര് കൊണ്ട് കുഴപ്പമില്ല. പ്രോട്ടീൻ അത്യാവശ്യമായതുകൊണ്ട് തന്നെ പരിപ്പ്, പയറ്, മീന്, മുട്ട എന്നിവ കഴിക്കാം. ഫാറ്റും ഷുഗറും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. കഫീൻ ഉപയോഗം നല്ലോണം കുറയ്ക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ദഹന പ്രക്രിയയ്ക്ക് അത്യാവശ്യമാണ് വെള്ളം. ഫുഡ് ചവച്ചരച്ച് മാത്രം നല്ലോണം കഴിക്കുക. ആൽക്കഹോൾ ഉപയോഗം നിർത്തുക. നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള സിഗരറ്റുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക.